കാർ പാർക്ക് ചെയ്യുന്നതിനിടയിൽ 25 അടി താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞ് ഡ്രൈവറിന് ഗുരുതര പരിക്ക്. വെഞ്ഞാറമൂട്ടിൽ നിന്നും ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കരുനാഗപ്പള്ളി സ്വദേശിയും ഗോകുലം ഹോസ്പിറ്റലിലെ വനിതാ ഡോക്ടറുടെ ഉടമസ്ഥതയിലുള്ളതുമായ വാഹനമാണ് ഡ്രൈവർ പാർക്ക് ചെയ്യുന്നതിനിടയിൽ 25 അടി താഴ്ചയിലേക്ക് മതിൽ തകർത്ത് തലകീഴായി മറിഞ്ഞത്. ഡോക്ടർ കുടുംബസമേതം തിരുവനന്തപുരത്ത് ഒരാവശ്യവുമായി പോകേണ്ടതുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു താൽക്കാലിക ഡ്രൈവറെ വെച്ചതായിരുന്നു ഇന്ന്. ഹൗസ് ഓണറുടെ പരിചയത്തിലുള്ള കല്ലറ കുറ്റിമുട് സ്വദേശിയായ നിസാം എന്ന ആളാണ് ഡ്രൈവറായി എത്തിയത്. തുടർന്ന് തിരുവനന്തപുരത്ത് പോയി മടങ്ങിയെത്തി 7 മണിയോടുകൂടി മടങ്ങിയെത്തുകയായിരുന്നു. ഡോക്ടറും അനിയത്തിയും ഉമ്മയും മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അവർ 3 പേരും ഇറങ്ങിയ ശേഷം ഡ്രൈവർ കാർ മുന്നോട്ട് ഷെഡിൽ പാർക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഷെഡിന് മുന്നിലുണ്ടായിരുന്ന മതിൽ ഇടിച്ചു തകർത്ത് കാർ 25 താഴ്ചയിലേക്ക് മറിയുന്നതാണ് അവർ കണ്ടത്. അവിടെ പെട്ടെന്ന് ബഹളം വച്ചതിനെ തുടർന്ന് അയൽവാസികളും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്ന് വെഞ്ഞാറമൂട് ഫയർഫോഴ്സ് എത്തിയിരുന്നു. അവർ തുടർന്ന് കാറിനുള്ളിൽ നിന്നും അദ്ദേഹത്തെ പുറത്തെടുത്ത് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തലയ്ക്ക് നല്ല മുറിവുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്ന വീടിന് മുന്നിൽ നിന്നാണ് കാറ് പാർക്ക് ചെയ്തത്. ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്തത്. അതിന് മുന്നിലായിട്ടായിരുന്നു മതിലുണ്ടായിരുന്നത്. പാർക്ക് ചെയ്ത കാറ് പെട്ടെന്ന് തന്നെ ഈ മതിലിടിച്ച് പൊളിച്ച് മുന്നിലുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു. കാറ് കിയ സെൽട്ടോസ് കാറായിരുന്നു. ഓട്ടോമാറ്റിക് ഗിയർ കാറായിരുന്നു. മാനുവൽ ഗിയർ പോലെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഡ്രൈവറിന്. നിർത്തിയിട്ടപ്പോൾ ഡ്രൈവ് മോഡ് മാറ്റാൻ മറന്നുപോയ എന്തോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 25 അടി താഴ്ചയിലേക്ക് പതിച്ച കാറിന്റെ പുറം ഭാഗവും അകംഭാഗവും ഒരേപോലെ തകർന്ന നിലയിലാണ് ഈ കാണുന്നത്. തല കീഴായി കിടക്കുകയാണ്. ഈ കാണുന്ന ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയ മതിലാണ് തകർത്ത് കാർ ഉൾപ്പെടെ താഴേക്ക് പതിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഹോണ്ട സ്കൂട്ടർ അപകടം പറ്റിയ ഡ്രൈവർ നിസാമിൻ്റെതായിരുന്നു. ഈ വാഹനത്തിലാണ് അദ്ദേഹം എത്തിയത്. തിരികെ പോകാൻ നേരമാണ് ഈ അപകടം പറ്റിയതിൽ. ആ കാണുന്ന വീടിന് മുന്നിൽ നിന്നുമാണ് ഇത്രയും താഴ്ചയിലേക്ക് ഈ കാർ മറിഞ്ഞത്. അവിടെ ഈ ഹോളോ ബ്രിക്സ് മതിലിന് പകരം ഒരു കോൺക്രീറ്റ് ബീം പോലുള്ള എന്തെങ്കിലും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. അതിലിടിച്ചെങ്കിലും ഈ കാർ അവിടെ നിന്നേനായിരുന്നു. ഇതിപ്പോൾ വെറും 4 ഇഞ്ച് ഉള്ള ഹോളോ ബ്രിക്സ് മതിലായിരുന്നു അവിടെ പണിത് വെച്ചിരുന്നത്. അതും ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്.